സ്വദേശം. ഞാൻ ഒരു വീട്ടമ്മയാണ്. ഇത് 2012 ഞാനൊരു കിഡ്നി എന്റെ സഹോദരന്റെ മോൻ ഡൊണേറ്റ് ചെയ്ത ഒരാളാണ്. അതിനുശേഷം എനിക്ക് യാതൊരു ഓഫറുകളൊന്നും ഇല്ലാതെ മുന്നോട്ട് പോയിരിക്കുന്ന ഒരു അവസരത്തിൽ 2023 ഞാൻ ജോലി സംബന്ധമായിട്ട് അബുദാബിക്ക് പോകേണ്ടി വന്നു. പക്ഷെ ഞാൻ പോയി ഒരു മാസം കഴിഞ്ഞപ്പോൾ എന്റെ ഹസ്ബൻഡ് ന്യൂമോണിയ ബാധിച്ച് മരണപ്പെട്ടു. അതെനിക്കൊരു വല്ലാത്തൊരു ആഘാതമായി. ഞാൻ തിരിച്ചു വന്ന് മരണത്തിന് സാധനങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ തിരിച്ചു പോകേണ്ടി വന്നു. കാര്യം ഒരു ബേബി സിറ്റർ ആയിട്ടാണ് ഞാൻ പോയത്. അവിടെ ചെന്നതിന് ശേഷം എനിക്കൊരു ഉറക്കം എന്ന് പറയുന്നത് എന്റെ മാനസികവും ശാരീരികമായിട്ട് തളർന്നുകൊണ്ടായിരിക്കും എനിക്ക് ഉറക്കം എന്ന് പറയുന്നത് എന്റെ ഇല്ലായിരുന്നു. അങ്ങനെ ഏകദേശം 10 മാസങ്ങൾ മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോൾ 2024 ജനുവരി മാസത്തിൽ എനിക്ക് നല്ലൊരു പനിയുണ്ടായി എന്നെ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നപ്പോൾ അവിടെ എനിക്ക് ഒരു കിഡ്നി ഉള്ളെന്ന് അറിഞ്ഞുകൊണ്ട് അവിടെ പെട്ടെന്ന് ഒരു മരുന്ന് തരത്തില്ല, എല്ലാവിധ ചെക്കപ്പിനും വിധേയമാക്കി. എല്ലാം ബ്ലഡ് പരിശോധിച്ചപ്പോൾ എനിക്ക് ഷുഗർ 750, ചീത്ത കൊളസ്ട്രോൾ 750, എനിക്ക് ക്രിയാറ്റിൻ 3.15. അത് തന്നെ യൂറിൻ പരിശോധിച്ചപ്പോൾ എനിക്ക് യൂറിൻ ഇൻഫെക്ഷൻ ഭയങ്കരമായിട്ട് കൂടി നിൽക്കുന്നത്. അബോള എന്ന് പറഞ്ഞ പോലെ ബാക്ടീരിയയുടെ ഗ്രോത്ത് ഭയങ്കരമായിട്ട് നിൽക്കുന്നു. എന്റെ യൂറിൻ പോകുന്നത് കാപ്പിപ്പൊടി നിറത്തിലും അതുപോലെ സോപ്പും പത പോലെ രൂപത്തിലൊക്കെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ അവര് യൂറിൻ ഇൻഫെക്ഷൻ കൂടുതലായിട്ടുള്ളത് കൊണ്ട് അവർക്ക് എനിക്ക് സ്കാൻ ചെയ്തു. സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഉള്ള ഒരു കിഡ്നി 10% ഫെയിലർ ആയിക്കൊണ്ടിരിക്കുന്നതാണ് കണ്ടിരിക്കുന്നത്. ആ അവസരത്തിൽ എനിക്ക് ഷുഗറിനെയും എന്റെ ചീത്ത കൊളസ്ട്രോളിനെയും എത്രയും പെട്ടെന്ന് നിയന്ത്രണമായി ആക്കുന്നതിന് ഭാഗമായിട്ട് അവരെനിക്ക് ഷുഗറിന്റെ ക്യാപ്സൂൾ തന്നു. അതായത് 1000 mg ഗുളികയാണ് തന്നത്. അത് 2 എണ്ണം കഴിച്ചപ്പോൾ തന്നെ ഞാൻ അബോധാവസ്ഥയിലായി പോയി. അത്രയും താങ്ങാനുള്ള ശേഷി എന്റെ ശരീരത്തില്ലെന്നായി പോയി. എന്റെ ശരീരത്തിൽ നിന്ന് സോഡിയം കുറഞ്ഞു പോകുന്നു. അതുപോലെ എന്റെ പ്രോട്ടീൻ, എന്റെ യൂറിനിൽ കൂടെ പ്രോട്ടീൻ അമിതമായ അളവിൽ പോയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ 55 കിലോ വെയിറ്റ് ഉണ്ടായിരുന്ന ഞാൻ 40 കിലോയിലേക്ക് പോയി. എന്റെ മുടിയെല്ലാം പൊഴിഞ്ഞ് ഞാനൊരു അറിയാത്ത അവസ്ഥ വന്നപ്പോൾ അവിടുന്ന് നിർദ്ദേശിച്ചത് എനിക്കൊരു ഡയാലിസിസ് ആണ്. 3 ഡയാലിസിലെങ്കിലും ഉണ്ടെങ്കിൽ എന്റെ കിഡ്നിയെ പ്രവർത്തനരഹിതമാക്കിക്കൊണ്ടിരിക്കുന്ന കിഡ്നിയെ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഡയാലിസിസ് ആണ് അവരെന്നോട് നിർദ്ദേശിച്ചത്. അപ്പോൾ അവിടെ വെച്ച് ഡയാലിസിസ് ചെയ്യാൻ പറ്റില്ലാത്തതുകൊണ്ടും എന്റെ ആരോഗ്യം അത്രയും മോശമായതുകൊണ്ടും അവരെന്നെ നാട്ടിലേക്ക് തിരിച്ചയക്കാനായിട്ട് ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം അവരെന്നെ ഏപ്രിൽ മാസം 16-ാം തീയതി എന്റെ നാട്ടിലേക്ക് തിരിച്ചയക്കുകയാണ്. ആ 16-ാം തീയതി തിരിച്ചു വരുമ്പോൾ ഏപ്രിൽ 20-ാം തീയതി എന്റെ ഹസ്ബൻഡിന്റെ 1ാം ചരമവാർഷികം കൂടെയാണ്. അത് രണ്ടും കണക്കാക്കിയാണ് വിട്ടിരുന്നത്. നേരെ തന്നെ ഞാൻ അവിടുന്ന് ഡോക്ടർ പറഞ്ഞു നേരെ വീട്ടിലോട്ടല്ല പോകേണ്ടത്, ഈ നമ്മള് എവിടെയാണോ ഓപ്പറേഷൻ ചെയ്ത ആശുപത്രി പോയി ഡോക്ടറെ തന്നെ കാണണമെന്ന നിർദ്ദേശത്താലാണ് പോകുന്നത്. ഇവിടെ വന്നതിന് ശേഷം നെടുമ്പാശ്ശേരിയിൽ തന്നെ വന്ന് എന്നെ നേരെ ചെറുപ്പങ്കൽ മെഡിസിറ്റിയിലോട്ട് എന്നെ അഡ്മിറ്റ് ആക്കി. അവിടെയും ഇതുപോലെ തന്നെ എന്റെ എല്ലാ റെക്കോർഡുകളും തന്നാണ്. എങ്കിലും അവർ ഒന്നുകൂടെ എല്ലാവിധ പരിശോധനയ്ക്കും 2 ദിവസം എന്നെ അവിടെ കിടത്തി മരുന്നൊന്നും തരാതെ എല്ലാ പരിശോധനയ്ക്കും പരിശോധിച്ചപ്പോൾ ഇതുപോലെ തന്നെ 750 തന്നെ ഷുഗർ നിൽക്കുന്നു, ഈ കൊളസ്ട്രോൾ ഒന്നും കുറവില്ല. അപ്പോൾ അവിടുന്ന് പറഞ്ഞു 5 ഡയാലിസിസ് എങ്കിലും ചെയ്തെങ്കിലേ എന്റെ ഈ കിഡ്നിയെ നമുക്ക് ഫംഗ്ഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ എന്നുള്ള നിർദ്ദേശത്താൽ എന്റെ ഒരു ബ്ലഡ് ടെസ്റ്റ് അതൊരു 15 ദിവസം കഴിയുമ്പോൾ ആ ടെസ്റ്റ് എന്റെ റിസൾട്ട് കിട്ടുള്ളൂ. ആ റിസൾട്ട് കിട്ടുമ്പോൾ എന്നെ അറിയിക്കാൻ അപ്പോൾ തന്നെ വീട്ടിൽ പോയി റെസ്റ്റ് എടുക്കുക എന്നുള്ള രീതിയിൽ കൂടെ, അതായത് ഭക്ഷണത്തെ നിയന്ത്രിക്കുക എന്ന് പറഞ്ഞു. ഞാൻ ഗോതമ്പിന്റെ ഭക്ഷണവും സാലഡ് മാത്രമാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ തിരിച്ച് 18-ാം തീയതി ഞാൻ വീട്ടിൽ വരുന്ന 20-ാം തീയതി എന്റെ ഹസ്ബൻഡിന്റെ കുർബാനയാണ്. കുർബാനയ്ക്ക് പള്ളിയിൽ പോയി നിൽക്കാൻ പോലും അല്ലാത്ത അവസ്ഥയിൽ എന്നെ 4 പേര് താങ്ങിയാണ് സുത്തിരെ കൊണ്ട് കസേരയിൽ ഇരുന്നാണ് ഞാൻ ഓഫീസ് കൂടിയത്. ആ ഒരു അവസ്ഥയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോൾ എനിക്കും അതുപോലെ തന്നെ ഒരു കുനിഞ്ഞ് എന്തെങ്കിലും ഒരു സാധനം എടുത്താൽ ഞാൻ മുന്നോട്ട് കമന്നടിച്ചു പോകും. അതുപോലെ എഴുന്നേറ്റ് നടക്കുമ്പോൾ ഞാൻ അപ്പൂപ്പൻ താടി നടക്കുന്നില്ല, കാലുകൾ നിലത്തുറക്കുന്നില്ലാത്തൊരവസ്ഥയാണ്. വലത്തോട്ട് ചെരിഞ്ഞ് പോയി എവിടെയെങ്കിലും ഇടിച്ച് വീഴും. അങ്ങനെ ഒരു അവസ്ഥയിൽ നിൽക്കാൻ പോലും നിൽക്കുന്ന ഒരു അവസ്ഥയിലായതുകൊണ്ട് എപ്പോഴും തന്നെ ഞാൻ കിടപ്പായിരുന്നു. ആ കിടന്നോട് തന്നെ ഞാൻ ചിന്തിച്ചു, എന്റെ ജീവിതത്തിൽ നമ്മളെ താങ്ങുന്ന ആളായിരിക്കുന്ന ഹസ്ബൻഡ് ഇല്ല, അവളെ 2 ആൺമക്കളാണ്. നമുക്ക് ഒരു സ്ത്രീയായി എനിക്ക് പല കാര്യങ്ങളിലും ഒരു തുണി കഴുകാനോ ഒന്ന് കുളിക്കാനോ പോലും തന്നെ ഒരു കപ്പ് വെള്ളം ഒഴിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയിൽ ഇരിക്കുന്ന അവസരത്തില് ഒരാളുടെ സഹായം, ഒരു പെൺകൊച്ചിന്റെ സഹായം ഇല്ലാതെ വന്നപ്പോൾ ഞാൻ ആകപ്പാടെ മാനസികമായിട്ട് ഒത്തിരി ബുദ്ധിമുട്ടി എന്റെ മനസ്സിൽ തന്നെ മാറിപ്പോയി. അങ്ങനെ വന്നപ്പോൾ തന്നെ ഞാൻ തീരുമാനമെടുത്തു, മെയ് മാസം 8-ാം തീയതി എന്റെ കല്യാണ വാർഷികമാണ്, ഞങ്ങൾ 36-ാം കല്യാണ വാർഷികമാണ്. അന്ന് അബുദാബിയിൽ വെച്ച് തന്ന ആ 1000 mg ഗുളികൾ 22 ഉള്ളതിൽ 20 കയ്യിലുണ്ട്. അതിലൊരു 5 എടുത്ത് അന്ന് കുർബാനയ്ക്ക് ശേഷം പോയി ആ 5 കഴിച്ച് ഭർത്താവിന്റെ കുടുംബാടത്തേക്ക് പോയി ആത്മഹത്യ ചെയ്യാൻ വേണ്ടി തന്നെ ഞാൻ ഉറച്ച തീരുമാനം എടുത്തു. അതിനേക്കായിട്ട് തന്നെ എന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ഇത്രയും നാളെ ഞാൻ ജീവിച്ചപ്പോൾ എന്റെ ജീവിതത്തിൽ വന്ന സഹോദരങ്ങളും കൂട്ടുകാരെയും ബന്ധുക്കളെ എല്ലാം ഒരു നോക്ക് കാണുന്നതിന് വേണ്ടി ഞാൻ ഡയറിയിൽ കുറിച്ച് വെച്ചു. 21-ാം തീയതി തുടങ്ങി ഞാൻ ഓരോരുത്തരെയും കാണാൻ വേണ്ടി പോകാൻ വേണ്ടി തീരുമാനിച്ചു. അങ്ങനെ ഞാൻ 25-ാം തീയതി വരെ ഞാൻ പോയി. 26-ാം തീയതി ആയപ്പോൾ എന്റെ മലങ്ങാട്ടുള്ളി ബിസിനസ് ചെയ്യുന്ന നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാരി മിനി ജോണി മാഡം എന്നെ കാണാൻ വരികയും എന്നെ അന്ന് പള്ളി വെച്ച് കണ്ടാൽ എന്റെ അവസ്ഥ കണ്ടപ്പോൾ അവൾ എന്നെ കണ്ട് സങ്കടപ്പെട്ട് കരഞ്ഞ് കെട്ടിപ്പിടിച്ച് അവള് എന്നെ വീട്ടിൽ കാണാൻ വന്നപ്പോൾ ഈ അവസരത്തിൽ ഞാനത് കഴിക്കില്ല എന്ന് പറയും. കാരണം ഞാനൊരു ഡോക്ടർ അല്ലാത്ത അവള് ഈ ഒരു പ്രോഡക്റ്റാണ് ഞാൻ മരുന്നാണെന്നാണ് വിചാരിച്ചത്. ഞാനന്ന് അവളോട് പറഞ്ഞു, ഈ 8 ഡോക്ടർമാർ എന്നെ ഉപേക്ഷിച്ച് വിട്ടത് ഈ ഡോക്ടർ അല്ലാത്ത നീ ഈ ആയുർവേദ ഗുളിക കഴിച്ചാൽ ഞാൻ അങ്ങനെ രക്ഷപ്പെടുന്നതാണ് നീ പറയുന്നതെന്ന് പറഞ്ഞപ്പോൾ
ചേച്ചി ഒന്ന് ഉപയോഗിച്ച് നോക്ക്. അപ്പൊ ഞാൻ മനസ്സിൽ തീരുമാനിച്ചു, കാരണം ഏതെങ്കിലും 5 ഇംഗ്ലീഷ് മരുന്ന് കഴിച്ച് മരിക്കാൻ തീരുമാനിച്ച ഞാൻ എങ്കിൽ പിന്നെ ഈ പ്രോഡക്റ്റ് കാണാൻ കഴിച്ചു ഏതെങ്കിലും കൊണ്ടാണെങ്കിലും മരണം തീരുമാനിച്ച ഞാൻ ഏത് കഴിച്ചാൽ എന്താണ് ആ രീതിയിൽ ഞാനത് തന്നെ കഴിക്കാൻ പറ്റിയില്ല. ഒന്ന് കുറച്ച് തീരുമാനം എടുത്തുകൊണ്ട് തിരുവനന്തപുരത്ത് നിന്ന് അശോക് സാറിനെ ലേഖന മാഡത്തിനെയും കൂട്ടിക്കൊണ്ട് വീട്ടിൽ വരികയും അവർ ഇതേപ്പറ്റി കൂടുതലായിട്ട് വിശദീകരിച്ച് എന്റെ റിസൾട്ടുകളെല്ലാം കണ്ട ശേഷം ചേച്ചി ഒന്ന് കഴിച്ചു നോക്കുക എന്നുള്ള നിർബന്ധത്താൽ ഞാൻ കഴിക്കാൻ തയ്യാറായി. ഞാൻ 8 കൂട്ടം പ്രോഡക്റ്റാണ് കഴിച്ചത്. ഡയബാ ലൈഫ്, സ്പൈഗ്നാഗോൾഡ്, ബ്ലഡ് പ്യൂരിഫർ, ലിവാഗൈന്, യൂറിഫ്രഷ് ലിക്വിഡും ക്യാപ്സൂളും, പിന്നെ പ്രോട്ടീൻ പൗഡർ, 95 ഇത്രയും കാര്യങ്ങൾ ഞാനിത് കഴിച്ചു. ഈ സ്പൈനാഗോൾഡും ഈ വെൽഹാർട്ട് ഇങ്ങനെയുള്ള ഈ ക്യാപ്സൂൾ നോക്കിയപ്പോൾ എനിക്ക് ഇംഗ്ലീഷ് മരുന്നെന്ന് പറയുന്നത് ഒരു ചെറിയ ഒരു ഗുളികയാണ്. അത് 5 എണ്ണം കഴിച്ച തൊണ്ട പോലും അറിയാതെ ഇറങ്ങിപ്പോകും. പക്ഷെ നമ്മുടെ ക്യാപ്സൂളുടെ വലിപ്പം നമുക്ക് മനസ്സിലാകാം. അത്രയും വലിപ്പമുള്ള, അത് എന്നത്തോളം തന്നെ നീളമുള്ള വലിപ്പമുള്ള ഈ 8 ഗുളിക കഴിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും 2 അല്ല 3 ദിവസം കൊണ്ട് എനിക്ക് മരണം ഉറപ്പാണെന്ന രീതിയിൽ കൂടെ തന്നെയാണ് ഞാൻ കഴിക്കാൻ തുടങ്ങിയത്. ഞാൻ 27-ാം തീയതി രാവിലെ തുടങ്ങി പ്രോഡക്റ്റുകൾ കഴിക്കാൻ തുടങ്ങി. ഏകദേശം 5 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് എന്നും രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഈ ഷുഗർ 250 കൂടുന്ന പോലെ തന്നെ ഷുഗർ കുറയുന്ന കൂടെ ഉണ്ട്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഞാൻ എഴുന്നേറ്റ കട്ടിലെ തന്നെ തറ ഇറങ്ങി അടിച്ച് വീഴും. അപ്പോൾ നമ്മൾ വേർത്ത് നാക്കൊക്കെ കുഴഞ്ഞ് സംസാരിക്കാൻ മേലാത്തൊരവസ്ഥ വരും. ഈ അവസ്ഥ നേരത്തെ അവിടെ നിന്നുണ്ടാകുന്നത് ഞാൻ മക്കളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ ഏതെങ്കിലും തരത്തിൽ വെച്ച് വെക്കുമ്പോൾ അവർ ഓടി വന്ന് എനിക്ക് പഞ്ചസാര കലക്കി തരും. അല്ലാതെ ഒന്ന് വാലോട്ടിട്ട് നാക്കൊക്കെ പല്ലൊക്കെ കിടുമനിട്ടായിരിക്കുന്നത്. അവരെങ്ങനെയെങ്കിലും എനിക്ക് പഞ്ചസാര ആ ലായനി കുടിപ്പിച്ചു കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ ഞാൻ ഗ്ലൂക്കോമീറ്റർ ഉണ്ട് അങ്ങോട്ട് നോക്കുമ്പോൾ ചിലപ്പോൾ 40 അല്ലെങ്കിൽ 60 ഒക്കെ ആയിരിക്കും എനിക്ക് വരുന്നത്. അപ്പൊ എന്തുമാത്രം താന്നിട്ടാണ് ഞാൻ ആ അവസ്ഥയിലോട്ട് പോകുന്നതെന്ന് ഞാൻ ഓർക്കണം. അപ്പം ഈ 15 ദിവസം ഞാൻ ഈ നമ്മുടെ പ്രോഡക്റ്റ് ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ ഈ രാവിലെ എഴുന്നേൽക്കുമ്പോഴുണ്ടാകുന്ന ആ തലകറക്കം അത് എനിക്കില്ലാതാണ് ആദ്യം അനുഭവപ്പെട്ടത്. അപ്പൊ ഞാൻ മനസ്സുകൊണ്ട് വിചാരിച്ചത് മരണത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർക്കെല്ലാം നോക്കുന്നതും ചുറ്റും നടക്കുന്ന എല്ലാം ഒരു പോസിറ്റീവ് ആയിട്ടായിരിക്കും. കാരണം ഇനി ഭൂമിയിലെ ജീവിതം അവർ ആസ്വദിക്കുക. ഞാൻ അനുഭവിച്ച മരണത്തിന്റെ വക്കിലേക്ക് ചെന്ന ഞാൻ അത്ര അനുഭവിച്ചതാണ്. അതുകൊണ്ട് ഇപ്പൊ ഈ പോസിറ്റീവ് കാണുന്നത് എനിക്കെല്ലാം എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുന്നുണ്ട്. അല്ലെങ്കിൽ മറ്റുള്ളവരോടൊക്കെ സംസാരിക്കുന്നതിനകത്ത് നാക്കിന് കുഴവുണ്ടായിരുന്നു, അതൊക്കെ മാറുന്നുണ്ട്. അപ്പൊ എന്റെ വിചാരം ഈ പ്രോഡക്റ്റ് കൊണ്ടല്ല ഞാൻ മരണത്തിലേക്ക് വന്നപ്പോൾ എന്റെ തലച്ചോറ് ഇതെല്ലാം പോസിറ്റീവായിട്ട് എനിക്ക് കുറച്ച് കാണിച്ചു തരുന്നതാണ് വിചാരിച്ചത്. അങ്ങനെ 15 ദിവസം കഴിയുമ്പോൾ മെയ് 12-ാം തീയതി എനിക്ക് മെഡിസിറ്റിയിൽ നിന്നുള്ള മെസ്സേജ് വന്നു, എന്റെ റിസൾട്ട് വന്നു, എത്രയും പെട്ടെന്ന് അവിടെ ചെല്ലുക. ആ റിസൾട്ട് കിട്ടിയപ്പോൾ എനിക്ക് എത്ര ഡയാലിസിസ് എത്ര വേണ്ടി വരും എന്നുള്ളതിനെ കുറിച്ചായിരുന്നു. ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ആദ്യമേ തന്നെ 15 ദിവസം മുമ്പ് എടുത്ത റിസൾട്ട് ആണെങ്കിൽ ഒന്നുകൂടെ അവരെന്റെ കയ്യിൽ നിന്ന് വെള്ളയിൽ നിന്ന് കുത്തി ഗ്ലൂക്കോമീറ്റർ ഷുഗർ പരിശോധിച്ചു. അപ്പോൾ ഷുഗർ നോക്കിയപ്പോൾ 135. ഡോക്ടർ തന്നെ അതിശയ ഡോക്ടർ പറഞ്ഞു ചിലപ്പോൾ ഗ്ലൂക്കോമീറ്ററിന് അത് കേടാണ്. വെയിൽ നിന്ന് കുത്തിയെടുത്ത് കുറെ ടെസ്റ്റുകൾ എഴുതി തന്നു. അതിനകത്തുനിന്ന് എല്ലാം നോക്കാം, യൂറിനും എടുത്ത് പരിശോധിച്ചിട്ട് ആ നേരത്തെ നോക്കി എല്ലാം കൂടെ ഒന്നുകൂടെ നോക്കിക്കൊണ്ട് വരാൻ പറഞ്ഞു. ഏകദേശം 2.5 മണിക്കൂർ കഴിഞ്ഞപ്പോൾ എന്റെ റിസൾട്ട് എല്ലാം വന്നു. 135 ഷുഗറിലേക്കും ഷുഗർ 135ലേക്കും എനിക്ക് ആ ചീത്ത കൊളസ്ട്രോൾ 250 എന്നുള്ളത് അത് 200ലേക്കും പിന്നെ എന്റെ യൂറിനുള്ള അബോള എന്ന ബാക്ടീരിയയുടെ ഗ്രോത്ത് നിയന്ത്രണമായിട്ട് മാറുകയും അതുപോലെ പ്രോട്ടീൻ പോകുന്നതും എല്ലാം ഒരു നിയന്ത്രണം, അതായത് അപകടാവസ്ഥ തരണം ചെയ്തു എന്നുള്ള സൂചന ഡോക്ടർ എനിക്ക് തന്നുകൊണ്ട് പറഞ്ഞു തൽക്കാലം നമുക്ക് ഇപ്പോൾ ഡയാലിസിസ് വേണ്ട, എന്തെങ്കിലും നമ്മുടെ ശരീരത്തിൽ എന്താണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ ഭക്ഷണം നിയന്ത്രിക്കാനായിരുന്നു പറഞ്ഞത്. അപ്പൊ എനിക്ക് ഡോക്ടർമാരോട് ആയുർവേദം കഴിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ അവർ വഴക്ക് വല്ലതും പറയുന്നുള്ള പേടി കൊണ്ട് ഞാൻ പറഞ്ഞു ഞാൻ ഭക്ഷണം നിയന്ത്രിക്കുകയാണ് ചെയ്തത്. ഞാൻ സാലഡും അതുപോലെ തന്നെ ഗോതമ്പിന്റെ ഭക്ഷണമാണ് കഴിച്ചുകൊണ്ടിരുന്നത്. അതുപോലെ ഭക്ഷണത്തിൽ നിയന്ത്രണം കൊടുത്തു എന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. ഇപ്പോൾ എന്താണ് ഇപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത്, എന്താണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അത് തന്നെ മുന്നോട്ട് കൊണ്ടുപോവുക. ഏകദേശം ഒരു 15 ദിവസം കഴിയുമ്പോൾ ഒന്നുകൂടെ വരാൻ പറഞ്ഞു. ഞാൻ എന്നിട്ട് ഷുഗർ വന്ന ഒരാള് ഇത് ചെറിയ ഡോസുള്ള ഗുളികയാണ് കഴിച്ചുകൊണ്ടിരിക്കണം പറഞ്ഞ് എനിക്ക് ഗുളിക കുറിച്ച് തന്നു. പക്ഷെ ഞാൻ ഗുളിക വാങ്ങിച്ചില്ല. അന്ന് ഞാൻ തിരിച്ചു വന്ന് നമ്മുടെ പ്രോഡക്റ്റുകൾ മാത്രം ഞാൻ ഒരു ഏകദേശം 3 മാസത്തോളം വെച്ചു. അതിനിടയ്ക്ക് 10 ദിവസം കൂടുമ്പോൾ തന്നെ ഞാൻ പോയി ടെസ്റ്റ് ചെയ്യും. ക്രിയാറ്റിനൊക്കെ എനിക്ക് ഒന്നേലേക്ക് വന്നു. ക്രിയാറ്റിനും കിഡ്നി ഫംഗ്ഷനും എന്റെ യൂറിൻ ഇതെല്ലാം ഞാൻ HbA1c എനിക്ക് 9.5 ആയിരുന്നു. ഇപ്പൊ അത് 5.5. ഇപ്പോഴും ഞാൻ അത് നിയന്ത്രിച്ചുകൊണ്ടാണ് പോകുന്നത്. ഇപ്പോഴും അത് തന്നെയാണ്. ഇന്ന് വരെ ഏകദേശം ഞാൻ 1.5 വർഷമായിട്ട് ഇന്ന് വരെ ഞാൻ ഒരു ഹോസ്പിറ്റലിൽ ഞാൻ വന്നിട്ടില്ല. ഒരു പനി പോലും എനിക്ക് വന്നിട്ടില്ല. എനിക്ക് അതുപോലെ മാത്രമല്ല നമ്മുടെ ഈ പ്രോഡക്റ്റ് ഉപയോഗിക്കുന്നുണ്ട് എനിക്ക് എന്റെ ശരീരത്തിന് എന്തെങ്കിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ, അതായത് ഷുഗർ കൂടുന്നോ അല്ലെങ്കിൽ കുറയുന്നോ തോന്നുന്നുണ്ടെങ്കിൽ നമുക്കത് പെട്ടെന്ന് എനിക്കത് ഫീൽ ചെയ്യുമ്പോൾ തന്നെ ഞാൻ പരിശോധിച്ചോളുമ്പോൾ ഞാൻ എന്താണ് ഉദ്ദേശം തോന്നിയ അത് തന്നെയായിരിക്കും എനിക്കുണ്ടാവുന്ന. ഒരു പനി പോലും എനിക്ക് വന്നിട്ടില്ല, ചുമ പോലും വന്നിട്ടില്ല. ഈ തേക്കിന്റെ കയ്യൊപ്പുള്ള ഈ പ്രോഡക്റ്റ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഇന്ന് എനിക്ക് ധൈര്യപൂർവ്വം പറയാം. ഇന്ന് ഞാൻ 55 കിലോ വെയിറ്റ് ഉണ്ട്. ഞാൻ നേരത്തെ എനിക്ക് ഉണ്ടായിരുന്നതിനേക്കാൾ ആരോഗ്യം കൊള്ളുന്നുണ്ട്. ഇന്ന് ഞാൻ നല്ല രീതിയിൽ ജോലി ചെയ്ത് ഞാൻ ഒരു 20 വയസ്സായുള്ള ഒരാളിന്റെ ആരോഗ്യമാണ് ഇന്ന് എനിക്കുള്ളത്. അതുപോലെ പൊഴിഞ്ഞു പോയ മുടികളെല്ലാം ഒരു എണ്ണയൊന്നും ഞാൻ ഇതിനകത്ത് ഉപയോഗിച്ചില്ല. നമുക്ക് ആവശ്യമായ എന്റെ ശരീരത്തിൽ ഇല്ലാതിരുന്ന മൂലകങ്ങളൊക്കെ ഇതിൽ നിന്ന് കിട്ടിയപ്പോൾ എനിക്കെല്ലാം
രോഗങ്ങളുടെയും അവസരം മാറി. ആ കിഡ്നി ഫംഗ്ഷൻ ഇപ്പോൾ തന്നെ കിഡ്നി നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നത്. അപ്പൊ എനിക്കൊരു യൂറിൻ ഇൻഫെക്ഷൻ പോലും ഉണ്ടായിട്ടില്ല. ഇൻഫെക്ഷൻ ഉണ്ടാകുന്ന ഒരു എന്തെങ്കിലും തോന്നൽ വരുമ്പോൾ തന്നെ ഞാൻ തന്നെ നമ്മുടെ പ്രോഡക്റ്റുകളെല്ലാം ഉപയോഗിക്കുന്നത്. ഇപ്പൊ എല്ലാ പ്രോഡക്റ്റും ഞാൻ ഇതിനകത്ത് ഉപയോഗിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. മാറി മാറി ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഞാൻ എല്ലാവർക്കും ഇത് പറഞ്ഞും കൊടുക്കുന്നുണ്ട്. ഞാനൊരു മീറ്റിംഗ് തന്നെയാണ് ആദ്യമേ എനിക്ക് എന്റെ റിസൾട്ട് കിട്ടിക്കഴിഞ്ഞപ്പോൾ, അതായത് ഞാൻ മരിങ്ങാട്ടുള്ളിലുള്ള ഞാൻ മരിച്ചു അല്ലെങ്കിൽ കൂടുതലായി കിടക്കുന്നതെന്ന് അറിഞ്ഞുകൊണ്ട് എന്നെ കാണാൻ വന്ന ആൾക്കാർ വരെയുണ്ട് എന്റെ വീട്ടില്. അപ്പൊ അവരെല്ലാം ഞാൻ ഓടി നടന്ന് ഇപ്പോൾ നടക്കുന്ന കാണുമ്പോൾ എല്ലാവരും ചോദിച്ചു എവിടുത്തെ ചികിത്സയാണ്. അപ്പോൾ ഞാൻ ഇതിനെപ്പറ്റി പറയുന്നതിന് വേണ്ടി തന്നെ ഞാനൊരു നോട്ടീസ് അടിച്ച് തന്നെ പത്രത്തിന്റെ കൂടെ വെച്ച് ഞാൻ പഞ്ചായത്ത് വെൽറ്റ് ഹാളിൽ വെച്ച് ഒരു മീറ്റിംഗ് സംഘടിപ്പിച്ച് ലീഡർമാരെ വിളിച്ച് നമുക്ക് ഇതേപ്പറ്റി ഒരു ബോധവൽക്കരണ ക്ലാസ് ഞാൻ കൊടുക്കണം. ഞാൻ ഓർക്കുകയാണ് എന്നെ പോലുള്ള പാവപ്പെട്ടവരായ പണിയെടുത്ത് പൈസ ഉണ്ടാക്കുന്ന അവസാനം കൊണ്ട് ഹോസ്പിറ്റലിൽ കൊടുക്കുന്നതിന് പകരം എല്ലാവർക്കും നമുക്ക് ഇതിന്റെ അറിയത്തില്ലാത്ത പലരും ഉണ്ട്. അത് അറിഞ്ഞതിന് ദൈവത്തിന്റെ അനുഗ്രഹമുള്ളവർ ഇത് കേൾക്കും, ഉപയോഗിക്കും. അല്ലാത്തവരെ കേട്ടാലും അല്ലെങ്കിൽ മാത്രം പണം ഉണ്ടെങ്കിലും അത് ഉപയോഗിക്കില്ല. അപ്പൊ അങ്ങനെയുള്ളവരെ കണ്ടുപിടിച്ചുകൊണ്ട് ഞാൻ ജോലിക്ക് പോകുമ്പോൾ എപ്പോഴും എന്റെ ബാഗിനകത്ത് കാണും നമ്മുടെ പ്രോഡക്റ്റ്. ഞാൻ ഏത് വീട്ടിൽ ജോലിക്ക് പോകുന്നു അവരോട് ഈ പ്രോഡക്റ്റിനെ പറ്റി പറയുകയും അവര് ആവശ്യമുള്ളവർ വാങ്ങി ഉപയോഗിച്ച് കഴിഞ്ഞവർ തീർച്ചയായിട്ടും ഇതിന്റെ രണ്ടാമത് നമ്മളോട് വാങ്ങിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇന്നത്തെ ഈ വായ്പുണ്യത്തിന് എനിക്ക് അവസരം തന്ന സുമേഷ് സാറിനും അതുപോലെ ഇതിലായിരിക്കുന്ന എല്ലാവർക്കും ഞാൻ നന്ദി പറഞ്ഞു നിർത്തുന്നു. നന്ദി, നമസ്കാരം സാറേ. ഓക്കെ 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 താങ്ക് യു കുട്ടിയമ്മ. അങ്ങയുടെ ഹൃദയം നിറഞ്ഞ വാക്കുകൾ എല്ലാവർക്കും വളരെ ഗുണപ്രദമായി മാറിയിരിക്കുകയാണ്. തീർച്ചയായിട്ടും അതുപോലെയുള്ള ധാരാളം വ്യക്തികൾ നമ്മുടെ അയൽവക്കങ്ങളിലും ബന്ധുമിത്രാദികൾക്കും ഒക്കെ ഇടയിലുണ്ടെന്നുള്ള കാര്യം നമ്മൾ മറക്കരുത്. ധൈര്യപൂർവ്വം